ബിഗ് ബോസ് മലയാളം സീസൺ 6 ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ നാട്ടുരാജാവ് എന്ന് പറയുന്ന ടാസ്കും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. ടാസ്ക് ഓൾറെഡി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇന്നലെ ഈ ഒരു ടാസ്കുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഇന്നലെ ഈ ഒരു സായിയും അതുപോലെ തന്നെ സിജോയും രാജാവായിട്ട് വന്നപ്പോഴും ഇന്ന് നമ്മുടെ ജിൻഡോ രാജാവായി കഴിഞ്ഞ് ജാസ്മിൻ രാജാവായി കഴിഞ്ഞപ്പോഴും എന്തൊക്കെയാണ് നടന്നതെന്ന് പ്രേക്ഷകരെല്ലാം കണ്ടതാണ്. ഇന്നലെ നോറയായിരുന്നു ഈ ഒരു താക്കോല് തട്ടിപ്പറിക്കുന്നതിനിടയിൽ എല്ലാവരും കൂടി ചേർന്ന് ഇത് തട്ടിപ്പറിച്ചെടുക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അവിടെ വേദനയുണ്ട്, ഇവിടെ വേദനയുണ്ട്, തലമുടി പിടിച്ചു വലിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നലെ കരച്ചിൽ നാടകവും അതുപോലെ തന്നെ എൻ്റെ മേല് മൊത്തം വേദനയാണെന്നും പറഞ്ഞ് മെഡിക്കൽ റൂമിൽ പോകുന്നു, അത് കഴിഞ്ഞ് വന്ന് കിടന്നുറങ്ങുന്നു, ഒട്ടും വയ്യ എന്നൊക്കെയുള്ള നാടകങ്ങൾ ഇറക്കുന്നത് നമ്മളൊക്കെ കണ്ടതാണ്. മറ്റ് കണ്ടസ്റ്റൻസിനും ഇതൊക്കെ മനസ്സിലായതാണ്. അഭിഷേകും സിജോയും കൂടെ ഇത് നല്ല രീതിയിൽ പൊളിച്ചടുക്കി കൊടുക്കുന്നുണ്ട്. ഈ പറയുന്ന നോറ വെറും കള്ളത്തരം തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത് പണിയെടുക്കാതിരിക്കാനും അതുപോലെ തന്നെ മറ്റുള്ളവരെ കാണിക്കാനും പ്രേക്ഷകരിലേക്ക് എല്ലാവരും ഒറ്റപ്പെടുത്തുന്നെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് മാറിയിരിക്കുന്നതും തനിച്ചിരിക്കുന്നതുമാണെന്ന് ഇവർ ഓപ്പൺ ആക്കി തന്നെ പറയുന്നുണ്ട്. നമ്മൾ പ്രേക്ഷകർക്ക് തന്നെ ഈ ഒരു കാര്യം ഇട്ട് തരുന്നുണ്ട്. അപ്പം നമുക്കും ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായി തന്നെ മനസ്സിലായതാണ്. അതിൻ്റെ മറ്റൊരു വേർഷനാണ് ഇന്ന് ജാസ്മിൻ നടത്തിയിരിക്കുന്നത്. ജാസ്മിൻ്റെ കയ്യിൽ ഈ പറയുന്ന നാട്ടുരാജാവ് എന്ന ടാസ്കിൽ ഒരു അധികാരം കിട്ടുകയും വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ അത് നഷ്ടപ്പെടുകയും അതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട് തർക്കങ്ങളും വാക്ക് തർക്കങ്ങളും അടിയും ബഹളവും അത് കഴിഞ്ഞ് മാറിയിരുന്ന ഒറ്റപ്പെടൽ നാടകവും കരച്ചിലും പിഴിച്ചിലും എല്ലാവരും തനിക്കെതിരെയാണെന്നും ഒക്കെ വരുത്തി തീർക്കുകയാണ്. ഇവർ രണ്ടും രണ്ട് രീതിയിൽ എത്തിച്ചേരുന്നത് ഒരേ ഇതിലേക്ക് തന്നെയാണ്. അതായത് ഞങ്ങളെ എല്ലാവരും എതിർക്കുന്നു, ഞങ്ങളെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നു, മറ്റേ ഈ പറയുന്നത് പോലെ തന്നെ ഒറ്റപ്പെടൽ നാടകമാണ് രണ്ടുപേരും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നോറയ്ക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി, വോട്ടും കാര്യങ്ങളും ഒന്നുമില്ല, ഇനി എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ സഹതാവ് വോട്ട് കിട്ടുക എന്നത് മാത്രമേ വഴിയുള്ളൂ. അതുകൊണ്ട് ആ ഒരു റൂട്ട് പിടിച്ചു പോകുന്നു. സിജോയും ഈ പറയുന്ന അഭിഷേക് അത് ഇന്നലെ നല്ല 8 നിലയിൽ പൊളിച്ച് കയ്യിൽ കൊടുത്തു, ഇപ്പം വലിയ കുഴപ്പമില്ലാതെ വന്ന് നിൽക്കുന്നു. ജാസ്മിനാണെന്നുണ്ടെങ്കിൽ അടുത്ത റൂട്ട് ഇപ്പോൾ പിടിച്ചിട്ടുണ്ട്. നോറ അങ്ങനെ കാണിച്ചത് കൊണ്ട് തന്നെ ആവണം ആ ഒരു രീതിയിൽ പിടിച്ച് നോക്കാം, അല്ലെന്നുണ്ടെങ്കിൽ രക്ഷപ്പെടുമോ എന്നുള്ള ഒരു സംശയം കൊണ്ടാവണം. കാരണം അവിടുത്തെ അവസ്ഥകളൊക്കെ ജാസ്മിൻ അറിയാമല്ലോ, പുറത്തെന്താണെന്നുള്ളതൊന്നും അവർക്കറിയില്ല. അപ്പം ജാസ്മിന് ആ ഒരു റൂട്ട് പിടിച്ച് പുറത്ത് പോയിരുന്ന കരച്ചിലും പിഴിച്ചിലും ഒറ്റപ്പെടൽ അഭിനയിക്കുകയും കാര്യങ്ങളും ഒക്കെ നടത്തുന്നുണ്ട്. എന്തായാലും നടക്കട്ടെ, പ്രേക്ഷകർ ഇതെല്ലാം കാണുന്നുണ്ടെന്ന് കരുതുന്നു. എപ്പിസോഡുകൾക്ക് മാത്രം കണ്ടതൊന്നും വിലയിരുത്താതിരിക്കുക, ലൈവും കാര്യങ്ങളും ഒക്കെ കാണുക. എപ്പിസോഡിൽ വരുമ്പോൾ ഇവരെയൊക്കെ വെളുപ്പിക്കുന്ന രീതിയിൽ ഇവരെ എല്ലാവരും കൂടി ഒറ്റപ്പെടുത്തുന്നു എന്ന രീതിയിലൊക്കെ ആയിരിക്കും എപ്പിസോഡിലേക്ക് ഈ ഒരു കണ്ടൻറ്റൊക്കെ വരാൻ പോകുന്നത്. അതുകൊണ്ട് മാത്രമാണ് നമ്മളിത് പറയുന്നത്. കാരണം ലൈവിലിടുന്ന കണ്ടൻറ്റുകളെല്ലാം എഡിറ്റ് ചെയ്ത് പ്രോപ്പറാക്കി നോറയ്ക്കും ജാസ്മിനും ഫേവറബിൾ ആയിട്ടുള്ള രീതിയിലാണ് എപ്പിസോഡിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് പ്രേക്ഷക സപ്പോർട്ട് കിട്ടാനും അവരെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്ന വരുത്തി തീർക്കാനും അതുപോലെ അവർക്ക് മികച്ച രീതിയിൽ ഒരു സപ്പോർട്ട് കിട്ടാൻ അവരെ വെള്ളപൂശി വെളുപ്പിക്കുന്ന രീതിയിലാണ് എപ്പിസോഡുകൾ ഈ കണ്ടൻറ്റുകളൊക്കെ വിട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് മാത്രം കണ്ട് നിങ്ങൾ ഇവരെ വിലയിരുത്താതിരിക്കുക. എപ്പിസോഡുകൾ കണ്ട് ഇവരുടെ ഈ അഭിനയവും ജനങ്ങളെ പറ്റിക്കുന്ന കലാപരിപാടികളും ഒക്കെ മനസ്സിലാക്കി മാത്രം ഇവർക്ക് വോട്ടുകളും കാര്യങ്ങളും ഒക്കെ ചെയ്യുക. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.